അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചത് കേരളമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കേരളത്തിന്റെ വാദം ഒരു തരത്തിലും ശരിയല്ലെന്നും എഎഫ്ഐ മാർക്കറ്റിംഗ് ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പ്രതികരിച്ചു. കരാർ ലംഘനം നടത്തിയത് എഎഫ്ഐ ആണെന്ന് ആവർത്തിച്ച് മന്ത്രി വി അബ്ദുറഹ്മാനും രംഗത്തെത്തി. കരാർ ലംഘിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണെന്നാണ് നേരത്തെ മുതൽ സർക്കാരും സ്പോൺസറും പറഞ്ഞത്. ഈ വാദത്തെ തള്ളിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ രംഗത്തെത്തിയത്. കേരളമാണ് കരാർ ലംഘിച്ചതെന്നും അവരുടെ വാദം ഒരു തരത്തിലും ശരിയല്ലെന്നും എഎഫ്ഐ മാർക്കറ്റിംഗ് ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പ്രതികരിച്ചു. എഎഫ്ഐയുടെ പ്രതികരണത്തിനെതിരെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തി. കരാറിലെ കാര്യങ്ങൾ പുറത്തുവിടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കരാർ ലംഘനമാണെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീനയുമായി സംസ്ഥാന സർക്കാരിന് കരാറില്ലെന്നും സ്പോൺസർമാരാണ് കരാറിൽ ഒപ്പിട്ടതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് ആരുമായും കരാർ ഒപ്പിട്ടില്ല. സ്പോൺസറാണ് അർജന്റീനിയൻ ടീമുമായിട്ടുള്ള കരാർ ഒപ്പിട്ടില്ല. ലിയാൻഡ്രോ നിലവിലൊരു കാര്യത്തിന് തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിൻ്റെ ലംഘനമാണ്. അർജന്റീന ഫുട്ബോൾ ടീമിനെ ക്ഷണിക്കാനല്ല സ്പെയിനിലേക്ക് പോയതെന്നും കായിക വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് യാത്രയെന്നുമാണ് വിവാദങ്ങളോടുള്ള മന്ത്രിയുടെ മറുപടി. ഈ സ്പെയിനിൽ മാത്രമല്ല പോയത്, വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ അർജന്റീന കൊണ്ടുവരാൻ തീരുമാനിച്ചു. പല ചോദ്യങ്ങൾക്കും ഉത്തരവും വ്യക്തതയും മന്ത്രിക്കില്ല. ഒരു പന്തുകളി കാര്യം ഇത്രയും വിവാദമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് ഉരുണ്ടു കളിക്കുകയാണ് മന്ത്രി. മീഡിയ 1 മലപ്പുറം.